even today. So that okay, writing part is okay, but I have to cut it off. I think even today I should have cut off a few more parts, but somehow I think this is a good occasion. I have to thank Anil for that. ചടങ്ങ് പൂർത്തിയാകുന്നു. നമ്മുടെ പുസ്തക ശേഖരത്തിലേക്ക് ഒരു പൊൻതിളക്കം കൂടി ലാപ്പാചേരിയാണ്. ഏറെ പ്രിയമുള്ള ഗാനം, അതിൻ്റെ ഈണം അകമ്പടിയായി, ഓർമ്മകളുടെ പ്രവാഹം, സ്വപ്നങ്ങളുടെ മിന്നലാട്ടം, ഇവയൊന്നുമില്ലാതെ നമ്മുടെ ആരുടെയും യാത്രകൾ പൂർണ്ണമാവുകയില്ല. ഈ ഈ പരിപാടിയുടെ ഭാഗമായി ഇങ്ങനെയൊരു നാടകമേള ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ രമാ മാഡത്തിന് പ്രത്യേകമായി ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഇപ്പോൾ അടുത്തൊരു പരിപാടി നടക്കാറുണ്ട്. മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ ശുഭയ്ക്കല്ല സത്യത്തിൽ കൈയടി കൊടുക്കേണ്ടത്. കൈയുടെ ശുഭയുടെ കുടുംബത്തെ ഇവിടെ ദിനേശനും മകനും ചേർന്ന് ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് അവർ പുറകെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്കുള്ള ആ സന്തോഷം ഭയങ്കര വലുതാണ്. ഇന്ന് ഇവിടെ ചോദിക്കാം നാടകത്തിന്റെ പക്ഷി വെച്ചാൽ ഇന്നത്തെ നാടകം അമ്മയ്ക്ക് ഇന്നും നാടകം ഇങ്ങനൊരു ചോദ്യം ആ വീട്ടിൽ ഞാൻ കേട്ടു. ഇനിയും ഒരു തവണ റിഹേഴ്സൽ ചെയ്തിട്ട് പൊക്കൂടെ എന്നാണ് എന്നോട് ചോദിക്കുക. ഈ പിന്തുണയാണ് ഓരോ ഗൃഹലക്ഷ്മിമാരെയും വേദിയുടെ മുമ്പിൽ മണിയുടെ നാടക സഹയാത്രികനാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മണിയെ നിർബന്ധിച്ച് പഠിപ്പിച്ചെടുത്ത് അവതരിപ്പിച്ചതാണ് സത്യം പറയാൻ. അപ്പോൾ ശുഭ അതുപോലെ കേരളീയ കലാസമിതിയുടെ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ആൾക്കാരും ഇവിടെയുണ്ട്. അവസരങ്ങളിലൂടെയാണല്ലോ നാടകങ്ങൾ തെളിഞ്ഞ് റിഫൈൻഡ് ആയ ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള അവസരങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവരോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് എനിക്ക് കിട്ടിയൊരു ഒരവസരം അതിൽ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത് നവീൻ്റെ ഒരു കഥയാണ് ഇതിലെടുത്തത്. ഈ ആരുടെ പതാക കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 26 ഞായറാഴ്ച ഇതേ ദിവസം നവീൻ്റെ ഒരു ചെറുകഥ അയൺമാൻ എന്ന് പറഞ്ഞൊരു കഥ അത് ഞാൻ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ട് അത് ഏകപാത്ര നാടകമായിട്ട് അവതരിപ്പിച്ചു. അതിൻ്റെ 1ാം വാർഷികത്തിൽ വീണ്ടും നവീൻ്റെ ഒരു കഥ അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മെഡലാണ്. നവീൻ അതുപോലെ തന്നെ ചെഞ്ചല്യം എന്ന് പറയുന്ന ആശയം എനിക്ക് പകർന്നു നൽകിയത് മണിയാണ്. ഈ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫി ജയിക്കുന്ന വിയവരും ചുണ്ടൻ എന്ന് പറയുന്ന ഒരു ചുണ്ടൻവള്ളത്തിന്റെ ഭരണസമിതി അംഗം കൂടിയാണ് മണി. അപ്പോൾ ജനിച്ച നാൾ മുതൽ ചുണ്ടൻവള്ളമായിട്ട് സേവിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നാൽ മണിക്കൊരു പണി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാണ്. ഗംഭീരമായിരുന്നു കേട്ടോ സ്ക്രിപ്റ്റ്. കാരണം ഞാൻ ആലപ്പുഴക്കാരനാണ്, എനിക്കറിയാം. അപ്പോൾ നവീൻ 2 വാക്ക്. അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് സാർ, ഒരു നിമിഷം നമുക്ക് വളരെ കുറവ് സമയമാണ് എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊപ്പം ഒരു ഫോട്ടോ എൻ്റെ ആദ്യത്തെ നാടകം എനിക്ക് ഭയങ്കരമായിട്ട് ആത്മാവായിട്ട് ബന്ധപ്പെട്ട നാടകം. കാരണം ഞാൻ നാട്ടുകാരാണ്, സമ്പത്തുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു വള്ളമുണ്ട്, നടുഭാഗം. ഞങ്ങൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. ഞങ്ങൾ തൊട്ടടുത്ത കരയിൽ ഒരാളുണ്ട്, ചമ്പക്കള. അതിനെ തോപ്പിക്കാനാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തം അഭിലാഷം. പക്ഷെ ഇപ്പൊ എന്താണ്, ഞങ്ങളുടെ വെള്ളം വേറെ വഴിയുന്നു, ചമ്പക്കള വേറെ വഴിയുന്നു, ഞങ്ങൾ വേറെ ആൾക്കൊണ്ട് കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് ആ കഥയുമായിട്ട് എനിക്ക് ഭയങ്കര അഭാര്യമായിട്ട് ബന്ധമുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനിൽ സാറിന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഇത്തരം കുറെ നാടക ചർച്ചകളും നാടക താല്പര്യം എനിക്കറിയാം. പിന്നെ ശുഭേച്ചി നമ്മുടെ നാടകത്തിന് നടിയാണ്.
നമ്മുടെ അടുത്ത് എല്ലാവരും ഇവിടെ ഉണ്ട്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്റ്റും താങ്ക് യു സാർ നന്നായിട്ട് ആ ടച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു. അതുപോലെ ഇന്ന് ഇവിടെ ഈ പരിപാടിക്ക് കാണാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ എല്ലാവരെയും പേരുള്ള സ്നേഹം നൽകി അറിയിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് പലതവണ ഞങ്ങളുടെ പരിപാടികൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്നേഹവും സഹായങ്ങളും കൊണ്ട് മാത്രമാണ് ഓരോരോ പുതിയ വേദികളിലേക്ക് പോകാൻ ഊർജ്ജം കിട്ടുന്നത്. അതിൽ ഏറ്റവും വലിയ കാര്യം ഇനി കാണുമ്പോൾ ഇതിൽ ആരെങ്കിലും എന്നോട് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. അവർ ചോദിക്കാറുണ്ട് അടുത്ത പരിപാടി എപ്പോഴാണ്. ആ ചോദ്യമാണ് അടുത്ത ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥന ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം. നല്ല കഴിവുള്ള കുട്ടിയല്ലേ? രണ്ട് നാടകം ഞങ്ങളുടെ talk about words is so true. ആദ്യം മാതൃഭൂമിയിലോ ഭാഷാഭൂഷണിലോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ വരുന്നില്ല പറഞ്ഞാൽ എന്നെ വരും. അല്ലേ? അതുകൊണ്ട് ഈ കഴിവ് ഞാൻ നിങ്ങളെ കൊണ്ട് മക്കളുടെ പ്രായമുള്ള പിള്ളേരും ഉള്ള 2-3 തലമുറയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്.
കവിത എല്ലാവരും കവിത കേട്ട് ഞാൻ പറ്റുള്ളൂ നമുക്ക് സമ്പ്രദായങ്ങൾക്ക് പോകണം ബാക്കി പറഞ്ഞാൽ